ഒന്നുമില്ല. ഒരു തലക്കലതാ കറുപ്പന്മാരും കറുപ്പതികളും എല്ലാവരും ഉപയോഗിക്കുന്ന കാർട്ടൂണില്ലല്ലോ, ആ കാർട്ടൂൺ അങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നു. കാർട്ടൂണ് ചവിട്ടിക്കൂട്ടി പരത്തിയതാ കെട്ടുകെട്ടാക്കി വെക്കുകയാണ് കറുത്ത പെണ്ണുങ്ങൾ. അതിൽ മൊഞ്ചുണ്ട്, മൊഞ്ചുള്ളാത്തതുമുണ്ട്. അതിനെയും പഞ്ചാരടിച്ച് നടക്കുന്ന കുറച്ച് ഹറാം പറപ്പ് ചക്കന്മാരാ തൂക്കലുണ്ട്. എന്നാൽ വണ്ടി കൈകുകയും ലൈനിട്ട് പിടിക്കുകയും ചെയ്യുന്ന കുറെ കറുപ്പൻ ചെക്കന്മാരുണ്ട്. അവര് നമുക്ക് ആവശ്യമുണ്ട്. കാരണം തിക്കും തിരക്കിലും വരുന്ന വണ്ടിക്ക് കൈ കാണിച്ചു നിർത്തി അവരാ ഗ്യാപ്പിലേക്ക് നമ്മളെ വണ്ടി കയറ്റി വിടുന്ന സംഭവം ഉണ്ടല്ലോ, അത് സ്വർഗം കിട്ടുന്നതിന് തുല്യമാണ്. അതാണ് ബാബുമക്ക. ഞാൻ കണ്ട ബാബുമക്ക 2 റിയാൽ പോയാലെന്താ, ആ സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ ഖൈർ തന്നെയാണത്. അൽഹംദുലില്ലാഹ് നിഅമ. വല്ലാഹി ലസീം اسمع كلامي حقنا والله العظيم. شوف هذا باب مكة والله مشكلة كل تقليد والله أصلي ما في ഉറച്ച സാധനം ഒറിജിനല്ല. എന്താ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? ബാബു മക്ക, അതാ ബാബു മക്ക, ഈ ബാബു മക്ക എന്ന് പറയുന്ന സ്ഥലം വല്ലാഹിൽ അസീം മറ മുഷ്കില. അത് മറ മുഷ്കില. അത് വളരെ തന്ത്രപ്രധാനമായ ഒരു ഏരിയയാണ് ബാബു മക്ക. ലേക്കിൻ പക്ഷേ നീ എങ്ങാനും ഇസ്ത്രീയാക്കാൻ, അല്ലെങ്കിൽ ഇസ്ത്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇസ്ത്രീ പട്ടിയല്ല. ഇസ്ത്രീ എന്ന് പറയുമ്പോൾ സാധനം വാങ്ങാൻ വേണ്ടി ബാബുമക്കയുടെ ഉള്ളിലേക്ക് നിങ്ങൾ കയറി ചെന്നാൽ, ബാബുമക്കയിലേക്ക് നിങ്ങളെങ്ങാനും ഒരു കാർട്ടൂണ് ഷാമ്പു ചോദിച്ചു കഴിഞ്ഞാൽ, ഹെഡ് ആൻഡ് ഷോൾഡർ ഷാമ്പു തലയിലേക്കുള്ള സാധനം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിരിക്കുന്ന മുഖത്തോടു കൂടി നമ്മൾ ആളുകൾ തന്നെ ഒറിജിനലല്ലേ, ഒറിജിനൽ കാണാൻ കണ്ണുകൊണ്ട് സുന്ദരമായ പാക്കിങ് കണ്ടാൽ എത്ര കൊല്ലം കറുത്ത ഭാഗത്ത് നടത്തിയവനാണെങ്കിലും പാക്കിങ്ങിന്റെ മുമ്പിലോ കണ്ണു വാങ്ങിപ്പോകും. ഓല പുഞ്ചിരിയിലോ പോകും. ഓല നമ്മളെ പറ്റിച്ചൂടല്ലോ എന്നും വന്ന് സാധനത്തിനല്ലോ 12 റിയാല് ഓലിപ്പോ നമ്മളെ പറ്റിച്ചോ? ഈ സാധനം കടക്കാരെ മുമ്പിലേക്ക് വലിച്ചിട്ട് 186 റിയാല് എന്ന് പറയുമ്പോൾ അതാ കിടക്കുന്നു ബേക്കുന്ന് ചൂട്ടാണി കഞ്ഞൂക്കരടി പൊന്നീച്ച പാർന്ന സൈസ് ഹറാം പറഞ്ഞോനെ ദുബായ്. هذا كله تقليد ما في عازلي لا حول ولا قوة إلا بالله. شوف أنت فطورة أنك كلامنا ഞാൻ പറഞ്ഞു ഈ 10 ചെന്ന് നോക്ക് 184 റിയാൽ 1 റിയാലേ ഞാൻ എടുത്തിട്ടുള്ളൂ. ലാ വല്ലാഹി هذا حسلي ما في ما بقرا ഇങ്ങനെ കിട്ടാല്ല. ബില്ലും തങ്ങി ഓന്റെ 2 ഹിമാർ എന്ന് വാക്കുള്ള വാക്കും കിട്ടി. കടയെന്ന് കജ്ജും കുത്തി മുട്ടും കുത്തി ഇങ്ങോട്ട് ഇറങ്ങുമ്പം പിറ്റേന്നുള്ളൊരു ഹാജത്താണ്, ആഗ്രഹമാണ്. എന്റെ കൂട്ടുകാരന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കാറുണ്ട്. അർഹമുറഹീമായ തമ്പുരാനെ 10 കട കയറി 500 കച്ചവടമായില്ല. ഈ ആഴ്ച ഞാൻ തൂക്കൊക്കെ പോണെങ്കിൽ 18,000 റിയാല് വെക്കണല്ലോ റബ്ബേ. എവിടുന്നാണ് തമ്പുരാനെ ഈ 18,000 റിയാല് ഞാൻ വെക്കണത്? കടക്കാരാണെങ്കിൽ ഇതാ എന്റെ വണ്ടിയിൽ സാധനം പോലെ കടക്കണ്, ഇഷ്ടം പോലെ കടക്കണ്. അബൂപാസും മറ്റവും മറിച്ചും കിട്ടുക ആകെ കിട്ടല് 25,000 30,000. പണ്ടൊക്കെ കച്ചവടം ചെയ്തവർക്ക് കോടിക്കണക്കിന് ഉറുപ്പുണ്ടായി. ഇപ്പം കച്ചവടം ചെയ്യുന്നവന്റെ കുണ്ടി കൂടി തൊള്ളയെ കൂടി പൊന്നീച്ച പാറാട് മക്കളെ. അതിന്റെ ഇടയിൽ വളരുന്ന കന്നുകളുണ്ട്. അതിന്റെ ഇടയിൽ ടെൻഷൻ അടിക്കുന്ന എടക്കന്നുകളുണ്ട്. എടക്കന്ന് എന്ന് പറഞ്ഞാൽ ചേച്ചുമാനും കന്ന് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരുമാണ്. ഈ കന്നുകളെ വെച്ച് പൂട്ടി പൂട്ടി ഇങ്ങനെ ഉരുട്ടി പോകുന്ന ഈ അവസരത്തിൽ ബേക്കിൽ നിന്നും ഒരു ഗിറുകിറ് വന്നാൽ അവന്റെ സ്വഭാവത്തിനും ശൈലിയിലും മാറ്റം സംഭവിക്കുന്നു. വലിക്കരുത്, എല്ലാം ഒരു മഴയാണ്. അതാണ് ബാബുമക്ക. ബാബുമക്ക എന്ന് പറയുന്ന സ്ഥലത്തിന്റെ മരണപ്രധാനമായ ഭാഗമാണ് ഈ സ്ഥിതി ചെയ്യുന്ന ശാക്ര. ശാക്രയുടെ തൊട്ടപ്പുറത്ത് അബ്ദുറഹ്മാന്റെ അസിലിക്കട. അവിടേക്ക് അങ്ങോട്ട് കയറി ചെന്നാൽ അവൻ പറയുന്നവരാ പൊന്നിന് പോലും ചില സമയത്ത് അഡൻ സോളറിന്റെ വിലല്ല. നിങ്ങൾ മനസ്സിലാക്കണേ, സ്വർണത്തിനേ അഡൻ സോളറിന്റെ വിലല്ലാന്ന്. കാരണം ഗ്രാമിന് 110 ഉറുപ്പിയുള്ളൂ സ്വർണത്തിന്. ഇത് അഡൻ സോളർ ഒരു ബാക്കിന് കൊടുക്കണം 150 റിയാല്. എവിടുന്ന് അത് എടുത്തു കൊടുക്കണേ? എടുത്തു കൊടുക്കൂന്ന്. ഇതൊന്നും നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവൂല. അങ്ങനെ നമ്മളിങ്ങനെ കന്തറ പാലത്തിന്റെ ചോട്ടിക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പടച്ച തമ്പുരാനെ കോവളത്ത് ഇംഗ്ലീഷുകാർ കടക്കണത് പോലെ ജനങ്ങൾ അങ്ങനെ തിങ്ങി തിങ്ങി കടക്കണ കാഴ്ച കാണാൻ പിടിച്ചുകൊണ്ടാനേ. ഉംറക്കുകാരനോട് പോരുക, പാസ്പോർട്ട് ഇവിടെ വന്നാണ്ട് വെക്കുക.
എന്നിട്ട് 2 കൊല്ലം പണിയെടുക്കുക. ആരെങ്കിലും ഒന്ന് പിടിച്ചെങ്കിൽ ഇനി പോലീസുകാരെ തൊട്ടുറുമി നടന്നാലും മോലെ പിടിച്ചൂല. പണ്ടാർക്കാർ 2 കൊല്ലം വിസക്ക് കൊണ്ടുവന്ന് 2 ലക്ഷം ഉറുപ്പ്യ ഞാൻ വിസക്ക് കൊടുത്ത് റാഹത്തായിട്ട് പണിയെടുത്ത് കൊടുക്കുമ്പം വരുന്ന ജവാസാത്ത് അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം മത്തീനി കാമ. ഞാൻ എൻ്റെ ഇക്കാമ അങ്ങോട്ട് എടുത്തു കൊടുത്ത് ID കാർഡ് എടുത്തു കൊടുത്തപ്പം എൻ്റെ പ്രൊഫഷൻ എന്താണ്? ആമൽ വർഷ സിയാറ അൻത മാഫി ശുഗലാക അൻത മാന മാഫി കോഴ്സും പറഞ്ഞ് ഇന്ന് നാട്ടിലേക്ക് ഒരു വട്ടം പിടിച്ച് കയറ്റിയ സംഭവം ഞാൻ മറന്നിട്ടില്ല. ഉമ്രക്കാരതാ പാച്ചിന്റെ ചൂട്ടിൽ തേരാപാറ നടന്നാലും പോലെ പിടിച്ചു വിടൂല. കാരണത്താ പോലെ വിടണമെങ്കിൽ സർക്കാരിന്റെ മുക്കാൽ വേണം. ഇന്ന് വിടണമെങ്കിൽ എന്റെ ഗട്ടിയിൽ വന്നിട്ട് മുക്കാൽ ഇട്ട് കൊടുക്കുന്നവന് ഉറപ്പാണ്. അപ്പം വിസക്കാര് ശ്രദ്ധിക്കുക, ആലത്തിന്റെ ചോട്ട് കൂടി മുക്കാലപ്പ് കിട്ടുന്നത് ഒക്കെപ്പാടെ ശ്രദ്ധിച്ച് നോക്കിയാൽ പൊന്നാര കന്നേ അനക്ക് നന്ന്, ഇല്ലെങ്കിൽ കന്നേ കഴിഞ്ഞവനെ കഥ. ഇത്രയും പറഞ്ഞുകൂട്ടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാത്തു അലാ റസൂലിനാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും.